ഞാൻ ചോദിച്ച ചോദ്യമാണ്. ഇതൊക്കെ ആളെ കൊല്ലാനും രാസലഹരിയും ഒക്കെയാണ്. ഈ ഡി അഡിഷൻ സെൻറ്ററുകളിൽ വരുന്ന ആളുകൾ, ഒന്ന് നിർബന്ധിച്ച് വരുന്നവർ, സ്വയം ഇഷ്ടപ്രകാരം വരുന്നവർ, പല കോലത്തിലുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അവലോകനം എങ്ങനെയാണ്? ഈ നമുക്കറിയാം, ഈ പണ്ട് നമ്മുടെ ഷാജി കൈലാസിൻ്റെ സിനിമയിൽ മാത്രമാണ് ബോംബെ ഡ്രഗ് ഉപയോഗിച്ചിട്ട് ഈ വക്രമം കാണിക്കുന്ന, മുഖം വലിച്ചു കീറുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇപ്പം കഴിഞ്ഞൊരു 2017 മുതൽ 18 മുതൽ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2024 വരെ വളരെ തീവ്രമായിട്ടുള്ള ഈ സിന്തറ്റിക് ഡ്രഗിൻ്റെ അബ്യൂസ് കൊണ്ട് അബ്നോർമലായിട്ടുള്ള ധാരാളം പേഷ്യൻസ് കടന്നുപോയി. അപ്പോൾ വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള വാർത്തയും കൂടെ പറയട്ടെ, 2025 വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പം 2022, 23, 24 എടുത്താൽ ഞങ്ങളുടെ ഒരു 100 ബെഡഡ് ഒരു സെറ്റിങ്ങിൽ ഒരു 50-60ഓളം കേസുകളും ഈ ചെറുപ്പക്കാർ, യങ്സ്റ്റേഴ്സ് ലെസ് ദാൻ 30 ഇയേഴ്സ്, 25 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അവരെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഡിഫിക്കൽട്ട് ജോബ്. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലൊക്കെ എനിക്കൊക്കെ ഭീഷണി വരെയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ആക്കുന്നു, ഇവരൊക്കെയും വല്ലാത്ത മാനസികമായി, എന്ന് വെച്ചാൽ സാധാരണ മാനസിക രോഗികൾ ഒരു ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ അവർ ശാന്തരാകും. ഇവരങ്ങനെയല്ല. ഇവരെ നോർമലി കൊണ്ട് സാധാരണ ട്രീറ്റ് ചെയ്യുന്ന മെഡിസിൻ കൊടുത്താലൊന്നും ഇവർക്ക് ഒട്ടും ഇഫക്റ്റ് ആവില്ല. കാരണം അതിലും ടോക്സിക് ആയിട്ടുള്ള മെഡിസിൻ, ഈ ഡ്രഗ്സാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെ ഒന്ന് ശാന്തമാക്കി കൊണ്ടുവരിക. അപ്പോൾ ഈ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, ഓൾറെഡി ഡി അഡിക്ഷൻ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്റ്റിഗ്മയുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ വീട്ടുകാർ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പം അത് ഒരു അങ്ങേയറ്റം വരെ അതിനെ ഹൈഡ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എൻ്റെ കുട്ടി അങ്ങനെയല്ല എന്ന രീതിയിൽ. അപ്പം ഇവൻ വീട്ടിൽ കിടന്നുകൊണ്ട്, ഈ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ അക്രമം കാണിക്കുന്നത് സ്വന്തം വീട്ടിലാണ്. അപ്പം സ്വന്തം അമ്മയോട്, അച്ഛനോടൊക്കെ വല്ലാത്ത വയലൻസ് കാണിക്കും. അപ്പം അവരെന്ത് ചെയ്യും? പലത് കോംപ്രമൈസ് ചെയ്യുന്ന ഒച്ചയെടുക്കല്ലേ, നാട്ടുകാരറിയും. അതായിരുന്നു ആ ഒരു കവറിങ് വെച്ച് ഒരു പരിധി കഴിയുമ്പോഴത്തേനും ഇവരുടെ കൈ നിൽക്കാതെ വരുമ്പോഴാണ് ഡി അഡിഷനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഡി അഡിഷനെ കൊണ്ടുവരുമ്പോൾ മോസ്റ്റ്ലി അത് ത്രട്ടണിങ്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ത്രട്ടണിങ് ആയി, വീട്ടുകാരെ ത്രട്ടണിങ് ആയി, ഇങ്ങനത്തെ ഒരു അങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുക? ഇവർ ഒന്നാമത്തെ കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നോർമലി നിനക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ വില്ലിങ് ആക്കി ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം സമ്മതിക്കില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് ആ ഇൻസൈറ്റേ ഇല്ല. മിക്കവാറും ഡ്രഗ് യൂസ് ചെയ്തിരുന്ന ആൾക്കാർ വളരെ ഒരു ഗ്രാൻഡിയസ് ആയിട്ടുള്ള ഭയങ്കര ഇൻഫ്ലേറ്റഡ് സെൽഫ് എസ്റ്റീം ആയിട്ടായിരിക്കും വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തറിയാം, നിങ്ങൾ എന്നാ പറയുന്നത്, ലോകം എന്നാന്ന് അറിയത്തില്ലാത്തവരാണ്, നിങ്ങൾ വേറെ ഉപദേശ അമ്മാവന്മാരാണ്, ഞങ്ങൾ ഏതോ ലോകം കണ്ടവരാണ്, ഞങ്ങൾ ആസ്വദിക്കുന്ന ഈ ലൈഫാണ്, ഈ ഫ്രീഡമാണ് യഥാർത്ഥ ജീവിതം. ഇങ്ങനത്തെ ഒരു ഗ്രാൻഡിയസ് സ്റ്റേറ്റിലാണ് ഇവരൊക്കെയും വരുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ചല്ലാതെ നമുക്കിവരെ ഡി അഡിഷനിലാക്കാൻ പറ്റില്ല. ഡി അഡിഷനിലാക്കിയാൽ തന്നെ ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ഇവരെല്ലാത്തിനോട് നിസ്സഹകരണമായിരിക്കും. ഇവരുടെ ഒരു ബ്ലഡ് സാമ്പിൾ എടുക്കാനോ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാനോ മരുന്ന് കൊടുക്കാനോ ഒന്നും ഇവർ റെഡി ആവില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 2 വീക്സാണ് ഇവരെ ഒന്ന് ഡിറ്റോക്സിഫൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. സാഹസികം എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്രയോ സ്റ്റാഫിന് പലതരത്തിൽപ്പെട്ട, ഇപ്പോൾ ഈ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയും റിയാക്ട് ചെയ്യാം. അവർക്ക് അവരുടെ ബോഡിയെക്കുറിച്ച്, ഞാനൊരാളെ ഇടിച്ചാൽ എൻ്റെ കൈക്കും വേദന എടുക്കും, ഞാൻ ഭിത്തിക്കെട്ട് ഇടിച്ചാൽ എൻ്റെ കൈ മുറിയുമെന്നും, എൻ്റെ തല കൊണ്ട് ഇടിച്ചാൽ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരു വിഡ്രോവൽ സ്റ്റേറ്റിൽ മുഖമൊക്കെ മാന്തി പൊളിക്കുന്ന, എന്തിനേറെ ഈ ഡ്രഗ് കിട്ടാഞ്ഞിട്ട് സ്വന്തം മലം വാരി തിന്നുന്ന ആളുകളെ വരെ നേരിട്ട് കാണാനുള്ള അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനുശേഷം ഒരു 2 ആഴ്ച ആകുമ്പോഴത്താണ് ഇവരുടെ മൂഡൊക്കെ ഒന്ന് സെറ്റിലായി. അപ്പോൾ ഇതിനോടകം മിക്കവാറും ഒരുപാട് നമ്മുടെ സ്റ്റാഫ് കാഷ്വാലിറ്റി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇനി പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ പേഷ്യൻറ്റിനെ നമ്മളൊന്ന് സെറ്റിലാക്കാനായിട്ട് ഈ പേഷ്യൻ്റ് പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പലതരത്തിൽപ്പെട്ട പേഷ്യൻറ്റിന് ഇഞ്ചുറി സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവർ പോയി തല കൊണ്ട് ഭിത്തിയിലടിക്കുക, അല്ലെങ്കിൽ സ്വയം ആന്തി പൊളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് നേരെ ഈ ഡി അഡിഷൻ സ്റ്റാഫിൻ്റെ മേലെ അക്യൂസ് ചെയ്ത് കൊണ്ടുവരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എപ്പോഴും ടെറർ സ്റ്റേറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പോലീസുകാരൻ ഡ്രഗ് അബ്യൂസ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് വന്നു.
ഓക്കെ, ഒരു ചെറുപ്പക്കാരൻ പോലീസുകാരൻ. അപ്പോൾ ഈ പോലീസുകാരൻ തുടക്കം മുതൽ ഞങ്ങൾ ത്രട്ടം ചെയ്യുന്നുണ്ട്, എന്നെ തുടരുത്, എന്നെ തൊട്ടാൽ നിങ്ങൾ പെടും. സത്യത്തിൽ ഞങ്ങൾ പെട്ടു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലത്തെ പേരൻസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് ആ വീട് നയിക്കുന്നത്. അപ്പം ഞങ്ങളൊരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി വന്നു. ഫാമിലി വന്നിട്ട് കണ്ട സമയത്ത് ഫാമിലിയോട് നേരിട്ട് പറഞ്ഞു, എന്നെ ഇന്ന് ഇറക്കിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കും. ഓക്കെ, വീട്ടുകാർ പേടിച്ചു. അപ്പം വീട്ടുകാർ ആ ഒരു അക്യൂട്ട് ഫേസിൽ തന്നെ ഇവനെ പുറത്തിറക്കി. ഇവൻ പുറത്ത് ഇറങ്ങി, ഹീ നോ വാട്ട് ടു ഡു. ഇദ്ദേഹം പോലീസ് കേസ് കൊടുത്തു. ഞങ്ങളുടെ ധാരാളം സ്റ്റാഫ് ഈ കേസിനകത്ത് പെട്ടു. എന്ന് പറഞ്ഞാൽ നേരെ വാദി പ്രതിയായി. എന്ന് വെച്ചാൽ രക്ഷിക്കാൻ നോക്കുന്ന ആളെ തന്നെ പ്രതിയാക്കും. ഇനി ഞങ്ങൾക്കറിയാം അതിനകത്ത് ഏറ്റവും സങ്കടകരമായ കാര്യം, ഈ വീട്ടുകാർ ഇതിനൊക്കെ എഗെയിൻസ്റ്റായി. വീട്ടുകാർ ഞങ്ങളോട് പേഴ്സണലി പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഹെൽപ്ലെസ് ആണ്, ഞങ്ങൾക്ക് ഇവനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇവനെന്തെങ്കിലും ചെയ്ത് കളയും, അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് പറയും, പക്ഷേ സാറ് ഞങ്ങളോടൊന്നും തോന്നരുത് എന്ന് പറയുന്ന തിരിച്ചു വരാം. ആശ, ഈ നമ്മുടെ ഇത്തരം ആളുകൾ ഇപ്പം പല വീട്ടുകാരും നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാവും, ഭയങ്കര അക്രമാസക്തനാവും, ഇവനെ അവർക്ക് പിടിച്ചു കൊണ്ടുവരാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള ആളുകളെ ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് കൊണ്ടുവരാനുള്ള എന്തൊക്കെ സംവിധാനങ്ങളാണ് നിലവിലുള്ളത്? ഇപ്പോൾ ഇന്നലെ കൂടി എന്നോടൊരു കുറച്ച് പ്രായമുള്ളൊരു അമ്മയാണ് എന്നോട് പറഞ്ഞത്, ഹസ്ബൻഡ് നല്ല പൊസിഷനിൽ നിന്ന് റിട്ടയർ ആയതാണ്, അതുകൊണ്ട് ഒരു കള്ളത്തരവും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ലാബ് റിപ്പോർട്ട് പോലും പല ആൾക്കാരും ലാബിൽ റിപ്പോർട്ടിൽ എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ പറഞ്ഞ് കളിപ്പിച്ചൊക്കെയാണ് കൊണ്ടുവരിക. പക്ഷെ അങ്ങനെ പോലും കൊണ്ടുവരാൻ പറ്റുന്നില്ല. കാരണം എഡ്യൂക്കേറ്റഡ് ആണ്, ആളെ ഒന്നും കബളിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയട്ടെ, നമ്മുടെ ജനമൈത്രി പോലീസാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് റോൾ എടുക്കുന്നത്. ഇപ്പം പോലീസുകാരെ കുറിച്ചൊക്കെ അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പല ഖ്യാതികളും പറയാറുണ്ട്. പക്ഷെ ഈവൻ നമ്മുടെ അടുത്തുള്ള പെരിങ്ങോം പയ്യന്നൂർ സ്റ്റേഷനാണ് നമുക്ക് ഏറ്റവും അടുത്തായിട്ടുള്ളത്. അവിടുന്ന് 2 സ്റ്റേഷനിൽ നിന്നും പലപ്പോഴും ഇപ്പൊ ചില പെറ്റി കേസുകളായിട്ട് റിപ്പോർട്ട് ചെയ്ത്, ഇപ്പൊ റോഡിൽ അടിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തമ്മിൽ വഴക്ക്, കുത്ത്, ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ അവര് പറയുന്നത് ഇത് സബ്സ്റ്റൻസിന്റെ ഒരു പിൻബലത്തിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ നമ്മളുടെ അടുത്തേക്ക് റെഫർ ചെയ്യും. അപ്പൊ ഒരു ഒത്തുതീർപ്പിന് മുന്നേ ഒരു ഒത്തുതീർപ്പും പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ട്രീറ്റ്മെന്റ് എടുത്താൽ ഒത്തുതീർപ്പിന് അവർ സഹായിക്കാം. അപ്പൊ പോലീസ് നല്ല റോൾ എടുക്കുന്നുണ്ട്. അങ്ങനെ സാഹചര്യം ഇല്ലാത്ത വീട്ടുകാർക്ക് എന്താണ് നമുക്ക് വഴിയുള്ളത്? അപ്പൊ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഈ അടുത്ത ദിവസം തന്നെ അങ്ങനെ ഒരു കേസ് നമ്മൾ ആളുകളുടെ സഹായത്തോട്, ഇനി വേറെ സഹായം ഒന്നും കിട്ടുന്നില്ല, ഇവൻ പോലീസ് ഇപ്പൊ ഈ കേസ് ഒന്നും ഏറ്റെടുക്കില്ല, അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരിക്കലും ഇത്തരമുള്ള കക്ഷികളെ കൊണ്ടുപോകില്ല. ഒന്ന്, പോലീസ് സ്റ്റേഷനിലേക്ക് ആരും കൊണ്ടുപോകില്ല, ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർ ഇല്ലാതെ അഡ്മിറ്റ് ചെയ്യൂല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യും അങ്ങനെയുള്ളവർ? അതായത് സാധാരണ ഒരു ഫാമിലി, സാറ് പറഞ്ഞ പോലെ ഓൾറെഡി ഒരു കുടുംബനാഥനായിരിക്കുന്ന ഒരാളെ ഇങ്ങനെ കൊണ്ടുവരേണ്ട വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ ചില രീതിയിൽ ഇപ്പോൾ കൂട്ടുകാർ കൂടി നല്ല ഇപ്പൊ എന്ത് സബ്സ്റ്റൻസ് ആയാലും അത് ഉപയോഗിച്ച് നല്ല ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് കൂട്ടുകാരോട് പറയും, നിങ്ങൾ ആളുടെ ഹെൽത്ത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണുള്ളത്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്മിറ്റ് ആക്കാൻ സഹായിക്കണം. അപ്പൊ ഈ കൂട്ടുകാർ തന്നെ അവന്റെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ ബോധമില്ലാത്തൊരു സമയത്ത് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാറുണ്ട്. ഒന്നങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റു പല നുണകളും പറഞ്ഞു, അതായത് ബസ് വാങ്ങാൻ എന്ന് വരെ പറഞ്ഞിട്ട് പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കാൻ നമ്മുടെ അടുത്തൊരു പഴയ ബസ് ഉണ്ട്. അപ്പൊ ഇതിന് നമ്മൾ വന്ന് ഈ നമ്മുടെ ക്യാമ്പസിലേക്ക് കയറി കഴിഞ്ഞാല് പിന്നെ അവർക്ക് സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പല രീതിയിൽ പറഞ്ഞ് കബളിപ്പിച്ചു. കാരണം അതൊരു പറ്റിക്കലായിട്ട്, അപ്പം ഫാമിലി പിന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ അവനെ പറ്റിച്ചില്ലേ എന്ന്. അത് ഞങ്ങൾക്ക് ഭയങ്കര കുറ്റബോധം. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഫാമിലിക്ക് അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകും, നമുക്കറിയാം ഈ കുഞ്ഞിന് കുത്തും വേദനിക്കും, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളില്ലാത്തൊരു സമയത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരു വേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനാണ് നമ്മളെ അവരെ കൊണ്ടുവരുന്നത്. അപ്പൊ ആ കബളിപ്പിക്കലല്ല മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവരെ ഏത് വിധേനയും ഒരു ക്ലിനിക്കൽ ഹെൽപ്പ് എടുക്കുക. ഡി അഡിക്ഷൻ സെന്ററുകളിലോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലെ ദേവദാസ്? ഇതിനകത്ത് മനുഷ്യാവകാശ പ്രവർത്തകർ ഇതിനകത്ത് എടുക്കുന്ന റോൾ എന്താണ്? നിങ്ങൾ പണ്ട് നമ്മൾ മണ്ണ് സംരക്ഷിക്കാനും മരം സംരക്ഷിക്കാനും പ്രകൃതി സംരക്ഷിക്കാനുമാണ്, ആ ലെവലിലാണ് മനുഷ്യാവകാശ പ്രവർത്തകർ കൂടുതൽ മുന്നേറുക. പ്രകൃതിയുടെ ഒരു സംരക്ഷണം, പ്രകൃതി സംരക്ഷണം ഉൾപ്പെടെ
ഇന്ന് നമ്മൾ ഈ മനുഷ്യരുടെ ഇത്തരം സംഭവങ്ങളിൽ എത്രമാത്രം ഇടപെടേണ്ടി വരുന്നുണ്ട്? എന്ന് പറഞ്ഞാല് പകച്ചു നിൽക്കുമെന്ന് പറഞ്ഞില്ലേ, ഇവര് ഇത് എൻഡ് പോയിന്റ് ആണ്, ഇവരാണ് അതിന്റെ ലാസ്റ്റ് റിസോർട്ട്. പക്ഷെ അതിന് മുമ്പേ ഉള്ള ആ സോഴ്സ് ഒന്ന് കട്ട് ചെയ്യുന്നിടത്ത വിജയമുള്ളൂ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ. അതിന് മനുഷ്യാവകാശ പ്രവർത്തകർ മാത്രമല്ല, ഇപ്പോൾ തദ്ദേശ ഇത് ഇലക്ഷൻ ഇപ്പം കഴിഞ്ഞല്ലേ, 21-ന് അവർ സത്യപ്രതിജ്ഞ ചെയ്യും. ഓരോ വാർഡിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് വികസനം മറ്റേത് മറിച്ചേത് ഒന്നുമല്ല, ഇതിനെ അഡ്രസ് ചെയ്യാൻ എല്ലാ വാർഡിലും 941 വാർഡിലും ഉടനടി തീരുമാനം എടുക്കേണ്ട ഫസ്റ്റ് പ്രയോറിറ്റി ഇതിന് കൊടുത്തുകൊണ്ട് അതത് ലോക്കൽ. പണ്ട് പറയില്ലേ, ഞങ്ങൾ പഞ്ചായത്തിലും മറ്റെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പണ്ട് ഒരു അയൽവാസി തന്നെ ഇടപെടും. ഇന്ന് ഒരു അയൽവാസിക്ക് ഇടപെടാൻ പറ്റില്ല വീട്ടിലൊന്നും. അതേപോലെ ജനകീയ പ്രശ്നമാക്കി ഉയർത്തി അവരെ വീട്ടിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ജനകീയ സഭ അഡ്രസ് ചെയ്ത് അത് കൊണ്ടുവന്ന് പിന്നെ പോലീസ്, എക്സൈസ്, സ്റ്റേറ്റ്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പ്ലസ് ദിസ് എക്സ്പേർട്സ് ഇൻ ക്ലിനിക്കൽ സൈക്കോളജി എല്ലാം കൂടിയിട്ടുള്ള കോ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഭയങ്കര കോയഷൻ ഉണ്ടായാലും മാത്രമേ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. 2 എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു വണ്ടി തട്ടിയനാണ് കണ്ണൂർ ഗേൾസ് സ്കൂളിന്റെ മുമ്പിലെ വലിയ റെസ്റ്റോറൻറ്റ് ഇല്ലേ, അതിന്റെ ഉടമ 12 മണിക്ക് പോകുമ്പം ആയിക്കരയിൽ ഒന്ന് തട്ടിയല്ലേ, ചോദ്യം ചെയ്യലും ഡോർ തുറന്നിട്ട് ഒറ്റ കുത്തിനല്ലേ മരിച്ചത്, ഓർമ്മയില്ലേ? അതെ, ഒറ്റക്കുത്ത് മരിച്ചു, ഒറ്റക്കുത്തിന്. ട്രിവാൻഡ്രത്ത് നേവി ഡിഫൻസ് റിട്ടയർ ചെയ്ത ആളല്ലേ, ആ അമ്മ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്ത അമ്മ മദ്യപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദ്യം ചെയ്തതിന് ടച്ചിങ്സിന് ഉള്ള കറിക്കത്തി ആപ്പിൾ മുറിച്ച കത്തിയിൽ അടിച്ചുകൊണ്ട് നിൽക്കുന്ന പുറത്ത് ചോദിച്ചതിന് അപ്പം തന്നെ കുത്തിയിട്ട് അമ്മേനെ വളർത്തിയത് കഴിഞ്ഞ മാസമല്ലേ. ഏത് ലെവൽ, സാധാരണ താഴെ ലെവലിലല്ല ഇത്, ഹയർ ലെവൽ, ലോവർ ലെവൽ, എക്സ്ട്രീം ലോവർ ലെവൽ, മിഡിൽ ക്ലാസ്. പിന്നെ ഏറ്റവും ഡേഞ്ചറസ് എങ്ങനെയാന്ന് പറഞ്ഞാൽ പെഡ്ലേഴ്സ് ആക്കിയിട്ട് ആദ്യം ഒരു പെൺകുട്ടീനെ ആക്കിയാൽ പിന്നെ അവർ കരിയേഴ്സായി പിന്നെ സെക്ഷുവൽ അസോൾട്ടാണ്. അവരെ അപ്പാർട്ട്മെന്റ്സെല്ലാം കോഴിക്കോട് എത്ര പിടിച്ചു. ആ കുട്ടികൾ സെക്ഷുവൽ ഗ്രാറ്റ് കൊടുത്തിട്ട് പണമില്ല ഇതടിക്കാൻ, ഇത് വേണ്ടിക്കൽ ഇതിന് നിൽക്കണം, അതിന് നിൽക്കുന്ന പെൺകുട്ടികളായി മാറിക്കൊണ്ട് നിൽക്കുന്ന ദയനീയ കാഴ്ചയാണ്. അപ്പം വളരെ ഇതിൽ ഒറ്റൊന്നും കൂടി ഞാൻ പറയാം. 2016 എക്സൈസ് മിനിസ്റ്റർ പറഞ്ഞ നിയമസഭയിൽ 2400 kg ഓഫ് കഞ്ചാവ് കേരളത്തിൽ നിന്ന് പിടിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ഈ മദ്യശാലകളൊന്നും ബാറൊന്നും പൂട്ടാൻ അത്ര വേഗം കഴിയില്ല എന്ന് പറയും. ഇന്ന് ഡെയിലി 400 kg ഓഫ് ഗഞ്ചാസ്, പ്രത്യേകിച്ചിട്ട് ഇൻറ്റർസ്റ്റേറ്റ് ഇതിൽ വരുന്ന അവരല്ലേ, അവർ അത് ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ട്രെയിനിൽ ആരും ഉണ്ടാവില്ല, ചാക്ക് വരെ എടുത്തു വന്നിട്ട് ഇപ്പം ഈ മൊബൈലിലുള്ള സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് ആൾ എടുത്തു കൊണ്ടുവന്ന് നിങ്ങളൊരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് മാത്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിക്കുന്നത്. ചെക്ക് പോസ്റ്റ് മറ്റേതല്ല. 19-year-old കൂത്തോർ വയനാട് ചെക്ക് പോസ്റ്റ് എന്ന് പിടിച്ച ബാംഗ്ലൂരിൽ സ്റ്റഡി ചെയ്യുന്ന പല പിള്ളേരെയും ഇതിലേക്ക് ആക്കാം നീരാളിപ്പിടുത്തത്തിലുള്ള 19 years പെൺകുട്ടിയാണ് കരിയർ. ഇത് പറശ്ശിനിക്കടവെന്ന് ഒരു 2 ആൺകുട്ടികളൊപ്പം 2 പെൺകുട്ടികളെ പിടിച്ചപ്പം വീട്ടിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നതെന്നാ പറഞ്ഞ 2 ദിവസം. അപ്പൊ അവളെ അമ്മ വിളിക്കുമ്പോൾ ആ ഫ്രണ്ടാണ് ഫോൺ എടുക്കുന്നത്, ഇവിടെ ഉണ്ട്. മറ്റുള്ള അമ്മ വിളിക്കുമ്പോൾ മറ്റുള്ളതാണ് ഫോൺ എടുക്കുന്നത്. രണ്ടിനെയും പിടിച്ചപ്പാ തിരിഞ്ഞത് ഇതാണ് ഏർപ്പാട്. ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു പ്രത്യേകത, മറ്റ് ഡ്രഗ്സ് ഒക്കെ എവിടെയെങ്കിലും വാങ്ങിക്കൊണ്ടുവരണം, ഇത് സ്വന്തമായി ഉണ്ടാക്കാല്ലേ? സിന്തറ്റിക് ഡ്രഗ് ഉണ്ടാക്കാം, പക്ഷേ ഇറ്റ്സ് നോട്ട് സോ ഈസി. അതായത് നമുക്കറിയാലോ ഇന്ന് ഈ സിന്തറ്റിക് ഡ്രഗ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാന്നുള്ളത് യൂട്യൂബിൽ വരെ അവൈലബിൾ ആണ്. ഓക്കെ, സിന്തറ്റിക് ഡ്രഗ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമല്ല, ഈ ഇപ്പം യൂട്യൂബ് പോലുള്ള ഇങ്ങനത്തെയുള്ള സോഷ്യൽ മീഡിയ, ഇപ്പം സത്യത്തിൽ നമ്മൾ ഈ അഡിക്ഷനെ കുറിച്ചൊക്കെ പറയുമ്പം ബേസിക്കലി നമ്മൾ ഈ പറയുന്ന കഞ്ചാവും സിന്തറ്റിക് ഡ്രഗ് മാത്രം പറയുന്നത്. സത്യത്തിൽ നമ്മുടെ ജനറേഷൻ ഇത്രയും വഷളാവാനുള്ള മെയിൻ കാരണം ഈ ഡിജിറ്റൽ അഡിക്ഷനാണ്. ഓക്കെ, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഈ കോവിഡോടുകൂടി നമ്മുടെ നാട്ടിലെ എല്ലാ കുട്ടികളുടെ കയ്യിലും ഈ ഫോണായി. ഓക്കെ, അപ്പോൾ ഈ ഫോണ് ഈ ഒരു കാര്യത്തിനകത്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും നെറ്റ്വർക്ക് ഉണ്ടാക്കാനും അത് വല്ലാത്തൊരു ചാൻസ് ഇതിലൂടെ കുട്ടികൾക്ക് കിട്ടി. അപ്പം ഈ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സാറ് പറഞ്ഞു നമ്മുടെ ജാഗ്രത ഉണ്ടാവണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ അതിനോട് ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ മൈക്രോയിൽ ചിന്തിച്ചാൽ സത്യത്തിൽ നമ്മുടെ ഒരു ഫാമിലീനെ സത്യത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരു ഫാമിലിക്ക് സർവൈവ് ചെയ്യാൻ ഇപ്പം അച്ഛനും അമ്മയും ഒക്കെ വർക്ക് ചെയ്യുന്ന വീടുകളാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീടുകളിൽ ഉള്ള പരസ്പരമുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഹോം ഐസൊലേഷൻ മെമ്പേഴ്സ് തമ്മിൽ കൂടി. അപ്പോൾ ഇതിനൊക്കെ ഒരു റെമഡി ആയിട്ട് ഇപ്പം മാറിയിരിക്കുന്നത് ഈ ഫോണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ആ വീട്ടിൽ ഉള്ള ആളുകൾ തമ്മിലുള്ള കണക്ടിവിറ്റി ധാരാളം കുറഞ്ഞു. അതൊരു വലിയൊരു ഗ്യാപ്പാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകുമ്പം അതൊരു ഒരു വ്യക്തിയുടെ ഒരു അഡിക്ഷൻ ഇൽനെസ് എന്ന രീതിയിലല്ല, അതൊരു ഫാമിലി ഇൽനെസ്സാണ്. ആ ഫാമിലിനെ പരിശോധിച്ചാൽ അറിയാം ആ ഫാദർ മദർ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ആ വീട്ടിൻ്റെ ഇൻറ്റിമസി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു വീടെടുത്താൽ ഒരു വീട്ടിൽ ഒരു മുറി പേരൻസിന് എൻട്രി പോലും ഇല്ലാത്ത പോലെ ചില കുട്ടികൾ അപ്പൊ അങ്ങനത്തെ ഒരു പ്രൈവസി റൈറ്റ് ഇതാണ്. പക്ഷെ അതിനൊന്നും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അവിടെയാണ് ഒരു ഫാമിലി എഡ്യൂക്കേഷൻ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങണം. ആ ഒരു ഫാമിലി ലെവലിലേക്കുള്ള ഇന്റർവെൻഷൻ, അതായത് ഞാൻ പറഞ്ഞ മുറി വേണ്ടാന്ന് വെക്കാൻ വേണ്ടി അല്ല, പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളൊരു ഈ അതിവേഗ ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബേസിക് ചെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കുറേ കൺസെപ്റ്റുകൾ വന്നു കഴിഞ്ഞു. അതായത് പേരൻ്റൽ ക്ലിനിക്കുകൾ, നമുക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിരുന്നു, അതൊക്കെ മാറി. ഇന്ന് ഈ പുതിയ ഈ ജെൻസീനെയൊക്കെ ഡീൽ ചെയ്യുന്നതിനകത്ത് എങ്ങനെയാണ് ഈ കുട്ടികളെ നമ്മൾ നർച്ചർ ചെയ്യേണ്ടത് എന്നത് ഒരു പേരന്റിംഗ് ക്ലിനിക് മസ്റ്റ് ആയിട്ട് പുതിയൊരു നിർദ്ദേശമാണ്. ശരിക്കും ദേവദാസ് പറഞ്ഞും കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കണം. പക്ഷേ ഒരു ചോദ്യം, പണ്ട് ഈ കള്ളുകൂടി കഞ്ചാവുലിയൊക്കെ പുരുഷന്മാരുടെ ഒരു ആധിപത്യമുള്ള സാധനമായിരുന്നു. ഇന്നത് മാറി. ഇപ്പം ദേവദാസ് പറഞ്ഞ പോലെ മദ്യത്തിന് പെൺകുട്ടികൾ അടിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾ തന്നെ ഇതിനകത്തൊക്കെ ഈ നമ്പർ 1 ആകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയായിരുന്നു ചേച്ചി? അതായത് ശരിക്കും നമ്മുടെ സെന്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സ്ത്രീകൾക്കായിട്ടൊരു 10 റൂമേ നമ്മൾ കരുതി വെച്ചിരുന്നുള്ളൂ. പിന്നെ നമുക്ക് വിത്തിൻ 2 months നമുക്ക് പുതിയൊരു ബിൽഡിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. കാരണം സാറ് പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ചത് സ്ത്രീകളിൽ അധികം അഡിക്ഷനോ ഒന്നും ഉണ്ടാവില്ല, സൈക്കാട്രിക് പേഷ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ അതിനകത്ത് അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ മദ്യമോ അല്ലെങ്കിൽ പുകവലിയോ അതിനൊക്കെ അപ്പുറത്തേക്ക് പെട്രോൾ അഡിക്ഷൻ, ഫെവിക്കോൾ അഡിക്ഷൻ, വൈറ്റ്നർ അഡിക്ഷൻ പോലെയുള്ള ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടം പോലെ അഡിക്ഷൻ സ്ത്രീകൾ കൊണ്ടു നടക്കുന്നവരുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ് വരെ. അപ്പം സാറ് പറഞ്ഞ പോലെ ക്ലോസറ്റിൽ നിന്ന് വെള്ളം മുക്കി കുടിക്കുന്നവർ മുതൽ, അതായത് ആ ഒരു സ്റ്റേജ് മുതൽ സ്വന്തം ശരീരം അറിയാതെ വലിച്ചു കീറുന്നവർ, പിന്നെ എന്താ പറയുന്നത് നമുക്ക് ഒരു അമോട്ടിവേഷണൽ സ്റ്റേറ്റിൽ വരും. അതായത് എൻ്റെ ഇമോഷണൽ ചേഞ്ചും ഇല്ല. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കരിങ്കല്ലയിൽ കാറ്റ് പിടിച്ച മാതിരി ഒരു സ്റ്റിഫായിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ വരെ നമുക്ക് ഈവൻ സ്ത്രീകൾ പോലും അഡ്മിറ്റ് ആവുന്നുണ്ട്. അപ്പൊ അതിനുള്ള പ്രധാന കാരണം നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. പണ്ട് സൊസൈറ്റി സ്ത്രീകൾക്ക് അത്ര അവൈലബിൾ ആയിരുന്നില്ല, ഈസിലി ഒരു മൊബിലിറ്റി ഇല്ല. പക്ഷെ ഇന്ന് സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്, അവരെല്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലേക്കും വരുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷേ കിട്ടാതിരുന്ന സ്വാതന്ത്ര്യം പെട്ടെന്ന് കിട്ടുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ഒരു റിസ്ക് എടുക്കുമ്പോഴാണ് ഞാനൊരു നല്ല കരുത്തുള്ള സ്ത്രീ ആവുന്നത്. സെലിബ്രേഷൻ ഓഫ് ഫ്രീഡം. യെസ്, ആ സെലിബ്രേഷൻ ഓഫ് ഫ്രീഡം ആണ് കൂടുതലും സ്ത്രീകളെ ഇതിനകത്തേക്ക് അട്രാക്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജെൻസി ജനറേഷനിൽ വരുന്ന ആളുകൾ കൂടുതലും. അപ്പൊ അതിനകത്ത് ചില കൗൺസിലിങ്ങിൽ ചില കുട്ടികൾ സംസാരിച്ചിട്ടുണ്ട്, ഇത് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഒരു സന്തോഷത്തിനപ്പുറം ഇത് കിട്ടാത്ത ഒരു സാധനം ഞാൻ നൈറ്റിൽ വണ്ടി എടുത്തു പോയി ഇത് കളക്ട് ചെയ്ത് കിട്ടുന്ന എനിക്കൊരു ത്രില്ലുണ്ടല്ലോ, ആ റിസ്ക് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ല്. അത് രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് പോയിട്ട് ചായ കുടിക്കുന്നതിന് തുല്യം. പല വീടുകളിൽ ഇപ്പൊ രാത്രി വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ ഇറങ്ങിയിട്ട് പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടി മാത്രം 20 കിലോമീറ്റർ. ഒരു 12 മണിയാകുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ടൗണുകളിലൊക്കെ പോയി നോക്കി എന്തോരം കുട്ടികളാണ് ഈ തട്ടുകടയ്ക്ക് ചുറ്റുമുള്ള 12 മണിക്ക് ശേഷം. അതൊക്കെ ഒരു പുതിയൊരു ഫെനോമിനയാണ്. ടർഫുകൾ കേന്ദ്രീകരിച്ച് അതിലോ ഇപ്പം എൻ്റെ സ്കൂൾ ലെവലില് അമ്മേന്റെ ഇത് 6:30 ഞാൻ വീടടങ്ങണം, വിളക്ക് കത്തിക്കുമ്പോൾ. ഇത് കോളേജിൽ എത്തിയിട്ടാ ഒരു 7 മണി വരെ ഒരു ടൈം തന്നത്. ഇന്ന് കുട്ടികൾ 7 മണി വരെ ഒരു കളിയും ഇല്ല. 8 മണിക്ക് ഡിന്നറും കഴിച്ചിട്ട് നേരെ ടേഫ് എന്ന് പറയുന്ന ലൈറ്റ് അല്ലേ, അത് ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പൊ ഇവരെ കൺട്രോളിൽ ഇല്ല. 10 to 11 ദേ ആർ ഔട്ട് സൈഡ്. എന്നിട്ട് വരുമ്പോൾ ഇവർ എന്താ കഴിക്കുന്നത് എന്താ കുടിക്കുന്നതെന്നൊന്നും അറിയില്ല, ഇവർ ഉറക്കെപ്പാന്നറിയില്ല. അതുകൊണ്ടാണ് ഒരമ്മ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു, ആക്സിഡന്റിൽ മരിച്ചു. ഫോൺ ചെയ്തിട്ട് പോലീസ് ഫോൺ ചെയ്തപ്പം അമ്മ പറഞ്ഞു മോളിൽ ഉറങ്ങുന്നു. മോളിൽ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മ അറിഞ്ഞില്ല, മരിച്ചപ്പോഴാണ് ചോദ്യം ചെയ്യാനാണ്.
ഏറ്റവും ഡേഞ്ചറസ് പോയിന്റ് എല്ലാത്തരം മോണിറ്ററിങ്. ഇപ്പൊ ഏറ്റവും വലിയ ഒന്ന് സർ പറഞ്ഞില്ലേ, മറ്റേ ഇത് ആക്കാൻ പറ്റുമെന്ന്, ആക്കാൻ പറ്റും. എന്താ പറയാ, തെലുങ്കാന, ആന്ധ്ര, ബാംഗ്ലൂർ ബെൽറ്റ് നിന്നെല്ലാം രാസലഹരി പ്യൂർ അല്ല ഇവിടെ കിട്ടുന്നത്. ഡെഡ്ലി മരുന്നുകളുടെ ഇത് ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ സാധനം ചീപ്പ് വേയിൽ ആക്കുന്ന മരുന്ന് കമ്പനി, പൂട്ടിപ്പോയ മരുന്ന് കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ട് ആന്ധ്രയെല്ലാം ഇതിന്റെ മേജർ ഷാക്സ് അവിടെയാണ് ഉള്ളത്. ലങ്സ് രാസലഹരി ആസച്ച് പ്യുവർ ഫോമിൽ കുറച്ചും കൂടി പിടിച്ചിട്ട, മറ്റേത് ഒന്നടിച്ചാൽ നിങ്ങളെ എല്ലാം തകർന്ന പോലെ ഈ ആന്റിബയോട്ടിക്സും മറ്റേതെല്ലാം ഇട്ടില്ലേ, ആ സാധനത്തിന്റെ ഇത് ഉള്ള മേജർ ലാബ് ഇതാക്കുന്ന വലിയ വലിയ ഷാക്സ് ഉണ്ട്, അതിലേക്ക് എത്തുന്നില്ല. അതിലൊരു ചെറിയ കണ്ണിയാണ് അതിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നൈജീരിയക്കാരനെ കഴിഞ്ഞ ആഴ്ച വയനാട് പിടിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ പിന്നെ ഗുജറാത്ത് മുദ്ര പോർട്ടിലെല്ലാം 23,000 crores ലഹരിയിൽ വന്നിറങ്ങുന്നു. എല്ലാ പോർട്സ്, എല്ലാ ചെക്ക് പോസ്റ്റ്, ട്രെയിൻസ്, പ്ലെയിൻസ്, ഹൈബ്രിഡ്. ഇത് സിംഗപ്പൂരിൽ നിന്നെല്ലാം വരുന്നതിൽ ഹൈബ്രിഡ് കേക്കില്ലേ, കേക്കിന്റെ കുക്കീസിന്റെ രൂപത്തിന്റെ ഉള്ളിൽ ഹൈബ്രിഡ് സാധനങ്ങൾ. എന്താ ചെയ്യാ, ഇപ്പാണ് പിടിച്ചത്. അപ്പൊ 2 years ബാക്കെല്ലാം ഈ കുക്കീസ് എത്ര വന്നിട്ടുണ്ടാവും? നമ്മൾ കുക്കീസിന്റെ ഉള്ളിലാണ് വന്നത് ബാംഗ്ലൂർ പോർട്ടിൽ. ഇപ്പല്ലേ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത്. പോർട്സ് എല്ലാം മേജർ, ഡൽഹിയിൽ ഇതിൻ്റെ ഇടയിൽ പിടിച്ച 12,000 crores ലഹരി. അപ്പം ഇത് തായ്ലാൻഡ് മറ്റേതെല്ലാം നമ്മളൊരു ഡെഡ്ലി ഒരു ഇതില്ലേ, ഞങ്ങളെ സ്റ്റേറ്റിനെ തകർക്കുകയും ചെയ്യും. ഞങ്ങളെ ഇന്ത്യനെ, പഞ്ചാബ് അങ്ങനെയാണോ 5 year പ്ലാൻസിൽ പൈസ വന്നപ്പം ലഹരിയിൽ പോയി, വേറെ ലഹരി കഞ്ചാവ് ഇതെല്ലാം ഡ്രഗ്സിൽ പോയിട്ട് യൂത്ത്സ് 70% രോഗാവസ്ഥയിലായപ്പല്ലേ അവര് ഇത് ഇന്നും ഡ്രോൺസിലെല്ലാം വന്നിട്ട് പാകിസ്ഥാൻ ബോർഡറില്ല. അപ്പം നമ്മളെ കൺട്രീനെ തകർക്കാൻ ഈ ഡ്രഗ്സ് ആണ് ഏറ്റവും വലിയ വെപ്പണായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുക. ആ മണിയാണ് ടെറർ ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മളെ കുട്ടികൾ പെടുന്ന ദയനീയ കാഴ്ചയാണ് കാണുന്നത്. ഇതിന്റെ ഒരു ഹയർ ലെവലിലുള്ള ഈ നാർക്കോ ഡേർട്ടി ബിസിനസിനെ കുറിച്ച് നമുക്ക് ഊഹങ്ങളൊക്കെ ഉള്ളൂ, സിനിമകളൊക്കെ ഉള്ളൂ. പക്ഷേ ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന റിയാലിറ്റിക്കകത്ത് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് ലെവലിലുള്ള നെറ്റ്വർക്ക് ഭയങ്കര സജീവമാണ്. എത്രയോ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ടെലഗ്രാം ഗ്രൂപ്പുകൾ, ഈ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകൾ. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ യൂത്തിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ദ റൂൾസ്. അതിനകത്തൊരു ത്രില്ലുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്നാ പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും പേരൻ്റ് കുട്ടിയോട് പറയാം, നീ 6 മണിക്ക് ശേഷം കളിക്കാൻ പോരുത്, 8 മണിക്ക് ശേഷം പുറത്തു പോരുത്. ഇത് ഒരു പ്രായം കഴിഞ്ഞാൽ ഈ പറഞ്ഞ റൂളിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ത്രില്ല്, ഹാരം. ഇപ്പൊ മമ്മൂട്ടി പുതിയ സിനിമയെ പറഞ്ഞ പോലെ കൊല്ലുമ്പോ കിട്ടുന്ന മമ്മൂട്ടി ഇപ്പൊ പുതിയൊരു സിനിമ കഴിഞ്ഞ ദിവസം ഞാനത് കണ്ടിരുന്നു, കണങ്കാലം. ഞാൻ കണ്ണങ്കാലം എന്നാ പറയാ. അതിനകത്ത് മമ്മൂട്ടിയും നായകനും അതിനകത്തുള്ള പോലീസ് ഓഫീസറും പറയുന്നുണ്ട്, എനിക്ക് എലിയെ കൊല്ലുമ്പോൾ കിട്ടുന്ന ഇയാൾക്ക് മനുഷ്യനെ. നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചലഞ്ച് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമുക്കിപ്പോൾ ഒരാളെ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് ഇൻസൈറ്റ് വരും. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഇൻസൈറ്റ് ഞങ്ങളിപ്പോഴും ഇവരോട് പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ, നിങ്ങൾ ഈ രാസലഹരി ഉപയോഗിക്കുമ്പോൾ ഓർത്തോളുക, യു ആർ ബിക്കമിങ് സൈക്യാട്രി പേഷ്യൻറ്റ്, ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ ഞങ്ങളുടെ കൗൺസിലിങ്ങിനെ കഴിഞ്ഞും ക്ലാസ്സിനെ കഴിഞ്ഞും ഇഫക്റ്റീവാണ്. അവിടെയുള്ള ചില പേഷ്യൻസിൻ്റെ വരവ് കാണുമ്പം ഒരു ഇൻസൈറ്റ് വരുന്നുണ്ട്. പക്ഷേ ഈ ഫോളോ അപ്പിൽ വരുമ്പോൾ ഞങ്ങൾ ഈ പേഷ്യൻ്റ് ഇവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, സാറേ ഞങ്ങളുടെ കുറച്ച് നാളായിട്ടുള്ള ഞങ്ങളുടെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ ഡ്രഗ് യൂസേഴ്സ് മാത്രമാണ്. ഈ ഇവർ നിർത്തിയിട്ട് പുറത്തിറങ്ങി നന്നാകാൻ നോക്കിയാലും ഇവർക്കൊരു വല്ലാത്തൊരു വാക്കം ശൂന്യതയുണ്ട്. സൊസൈറ്റിയിൽ അവർ ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, ഇവർ പറയും, സാറേ കഞ്ചാവോ MDMA ഉപയോഗിക്കുന്നതിനകത്തുള്ള ലഹരി മാത്രമല്ല, അത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ പോലീസിനെ പറ്റിച്ച് ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ മാപ്പ് വെച്ചിട്ട് അവിടെ പോയിട്ട് ഇതെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു യൂത്തിന് കിട്ടുന്ന ഒരു ഹരം, പക്ഷേ അവരെ കൊണ്ടെത്തിക്കുന്നത് മരണത്തിലേക്ക്. ഒറ്റയൊന്ന് പറഞ്ഞിട്ടാണ്, സിനിമയിൽ പോലും ചില രംഗങ്ങളിൽ ഡ്രഗ് യൂസ് കൂടിയ ആയാലെങ്കിൽ ഇവർ പ്രൊഡക്ഷന് 5 കോടി 6 കോടിയും കൊടുക്കുന്ന വിധത്തിൽ പോലും എത്തി എന്നുള്ള രംഗം എത്തി. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. ഇത് ഒരു എപ്പിസോഡ് കൊണ്ട് തീരുന്ന ഒരു വിഷയമല്ല. അവസാനം ലാപ്പിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. അതിന് മാത്രമായി നമുക്കൊരു എപ്പിസോഡ് എന്തായാലും ഷൂട്ട് ചെയ്യണം. കാരണം ഇത് വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നത് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഹരം, ഇപ്പോൾ ഈ പറയുന്ന രാസലഹരിയുടെ ഹരം നമ്മളെ മാനസിക രോഗികളാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സ്വന്തം മലം തിന്നുന്ന അവസ്ഥ,
ക്ലോസറ്റിലെ വെള്ളം കോരി കുടിക്കുന്ന അവസ്ഥ, സ്വന്തം ശരീരം മാന്തിപ്പറിക്കുന്ന അവസ്ഥ വേണോ നമുക്ക്? ഈ സുന്ദരമായ ഭൂമിയിൽ എത്ര സുന്ദരമായി ജീവിച്ച് നമുക്ക് കടന്നു പോകാം. അത്ര ഭംഗിയില്ലേ നമ്മുടെ നാടിന്, നമ്മുടെ മനുഷ്യർക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക് എന്തെല്ലാം ഉണ്ട് ഹരമായി കൊണ്ടു നടക്കാൻ. വിട പറയണം നമ്മൾ ഈ ലഹരിയോട്. നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് നമ്മൾ നിന്നു കൊടുക്കരുത് എന്ന് മാത്രമാണ് നിറകയ്ക്ക് പറയാനുള്ളത്. പ്രേക്ഷകരോടും ഒപ്പം പങ്കെടുത്ത 3 പേരോടും നന്ദി, നമസ്കാരം.